ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ നിന്ന് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒരു മാസം മുമ്പ് ഒരാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞപ്പോൾ അത് സ്യൂഡോ സയൻസ് ആണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ തന്നെ എനിക്കത് ചൊറിയാണ് ചെയ്തത്. അതായത് ആ വിഷയം എന്താണെന്ന് കേൾക്കുന്നതിനേക്കാൾ മുമ്പ് അതിനെക്കുറിച്ച് ജംപ് ദ ഗൺ അപ്രോച്ച് ആണ് ഞാൻ അക്യൂസ് ചെയ്തു. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ പിടിക്കാൻ കാരണം ഇതിൽ ഇന്നലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളി നെറ്റിലടിച്ചപ്പോഴും സ്യൂഡോ സയൻസ് എന്നുള്ള പദം വന്നപ്പോഴാണ് ഇത് ഞാൻ ഓർത്തത്. അപ്പൊ ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഒരു ടൂൾ കിറ്റാണ്. അതൊരു സ്യൂഡോ സയൻസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ഈസ് ദി ഓൺലി സോഴ്സ് ഓഫ് നോളജ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ തീർച്ചയായും ഇനി അല്ലെങ്കിൽ ഡിറ്റർമിനിസം ഉണ്ടോ, ഈസ് ഇറ്റ് അപ്ലിക്കബിൾ ടു എവരി വൺ? അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സയൻസ് അല്ല. അത് നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം സയൻസിന്റെ ഡെഫിനിഷൻ 1800s വന്നിട്ടുള്ളത്. പിൽക്കാലത്ത് എന്താ പറയുക, ഒരു കുഞ്ഞൻ പാരാഡിം ഷിഫ്റ്റും ഒരു ഫാൾസിഫയബിലിറ്റി എന്നുള്ളൊരു ക്ലോസ് ചേർക്കുകയും ഡിമാർക്കേഷൻ പ്രോബ്ലം അങ്ങനെ കുറച്ച് സയൻസിനെ ചുറ്റിപ്പറ്റി കുറച്ച് ഒരു അക്കാഡമിക് റിഗർ വരികയാണ് എന്നല്ലാതെ ആ ഒരു സ്മോൾ ഡാറ്റ പ്രോബ്ലം സയൻസിന് അല്ലെങ്കിൽ മോഡേൺ സയന്റിസ്റ്റുകളും അല്ലെങ്കിൽ സയന്റിസത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആ എക്സാക്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ എനിത്തിങ് വിച്ച് ഡസൻറ്റ് ഹാവ് എക്സാക്റ്റിറ്റ്യൂഡ് cannot be considered as science എന്നുള്ളതാണ്. പക്ഷേ 20th സെഞ്ചുറിയിൽ റിലേറ്റിവിറ്റി, chaos തിയറി, പാർട്ടിക്കിൾ ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, സയന്റിഫിക് ട്രൂത്ത് ഒരു അപ്രോക്സിമേഷൻ ആണെന്ന്, ഈ മിക്ക കാര്യങ്ങളും ഒരു റൗണ്ട് ചെയ്ത് ഡിറ്റർമിനിസ്റ്റിക് ആക്കിയേക്കണമെന്നുള്ളത് നമുക്ക് അധികം തലച്ചോറൊന്നും വേണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മിക്ക ആൾക്കാരും ശാസ്ത്രബോധം എന്ന് കേൾക്കുന്നത് യുക്തിവാദികളുടെ കയ്യിൽ നിന്നോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും സയൻസിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലധികം ബെനിഫിറ്റ് കിട്ടാത്ത ആൾക്കാരായിട്ടുള്ള സംസർഗം വഴിയായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ടെക്നിക്സ് ആണ്. അതായത് ഒരു വ്യക്തി എന്താണോ ഒരാൾ സക്സസ്ഫുൾ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ പോയ പാത്ത് വേറെ ആൾക്ക് ട്രെഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാത്ത് ആ സെറ്റിങ്സും ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സക്സസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അതിനുവേണ്ടി മിററിങ് കുറെ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അത് എടുത്തു നോക്കിയാൽ മതി. ഐ ഫൗണ്ട് ഇറ്റ് ടു ബി സെൻസിബിൾ ടൂൾ കിറ്റ്. അത് പ്രാക്ടീഷണേഴ്സിനൊക്കെ നല്ല ബെനിഫിറ്റ് കിട്ടിയതായിട്ട് പറയാം. ഞാൻ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അതിലെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ആ 2017 കണ്ടാന്നാണ് ഞാൻ അതൊന്ന് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. അപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് ടു ബി എ വെരി എഫക്റ്റീവ് ടൂൾ കിറ്റ്. പിന്നെ ഇപ്പൊ 5% പേർക്കാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ 7 കോടി ആൾക്കാർക്ക് അത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻസിഗ്നിഫിക്കന്റ് ആണെങ്കിലും ന്യൂമറിക്കലി സിഗ്നിഫിക്കന്റ് ആണ് മിക്ക ഫിനോമിന. അപ്പോൾ ഇങ്ങനെ വരുമ്പോ ഒരു എന്താ പറയാ, ഈ ഫിനോമിന അപ്പൊ ഞാൻ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ജനറൽ ട്രെൻഡാണ്. അതായത് എന്തോ ശാസ്ത്രം കുറെ സയന്റിഫിക് ഫാക്ട്സ് പഠിച്ചു വെക്കുക, ടെക്നീഷ്യന്റെ ലെവലിൽ മിക്ക കാര്യങ്ങളും നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശാസ്ത്രബോധമുള്ളവനായെന്നാണ് മിക്ക ആൾക്കാരും സ്വയം വിശ്വസിക്കുന്നത്. അതൊരുതരം ഒരു നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചൊരു തടവറയിലെ ജീവിതമാണ്. മനുഷ്യനെ ഡ്രൈവ് ചെയ്യുന്നത് അവന്റെ മെറ്റാഫിസിക്സാണ്, അല്ലാണ്ട് ഫിസിക്സ് അല്ല, അല്ലെങ്കിൽ അവന്റെ അഥറൻസ് ടു സയൻസ് അല്ല. അപ്പോ പക്ഷേ സയൻസ് നമുക്ക് ഇപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആഫ്റ്റർ ഡിജിറ്റൽ റെവല്യൂഷൻ ഓർ വിത്ത് ദി അഡ്വന്റ് ഓഫ് ഡിജിറ്റൽ റെവല്യൂഷൻ. അപ്പൊ ഞാൻ പണ്ട് പല കോളേജുകളിലൊക്കെ പോയി സെഷൻ എടുക്കുമ്പോൾ എഞ്ചിനീയറിംഗിന്റെ കേസിൽ വിഷ്വൽ എഞ്ചിനീയറിംഗ്, വെർച്വൽ എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് ആയിട്ട് 70s മുതലുള്ള ട്രെൻഡാണ്. അപ്പോ
ഒരു വെറ്റ് ലാബ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ലാബിൽ ഇങ്ങനെ പിപ്പറ്റും പ്യൂററ്റും മറ്റേ ഈ ടൈട്രേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കെമിസ്റ്റ്, അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള, അല്ലെങ്കിൽ എന്താ പറയുക ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സർക്യൂട്ട് ബോർഡ്സുമ്പോൾ കളിക്കുന്നവരാണെന്നുള്ള ആ ഒരു ബയാസ് മിക്കവർക്കും ഉണ്ട്. പക്ഷെ ആക്ച്വലി അതിനൊരു സാധ്യതയൊന്നുമില്ല. കാരണം മോസ്റ്റ് ഓഫ് ദി സയൻസ് ഈസ് നൗ ഡൺ ഇൻ കമ്പ്യൂട്ടേഴ്സ്. അപ്പോ ആൻഡ് ലീനിയർ മോഡൽസ് ആർ മോഡൽഡ്, or linear എന്ന സ്ഥാനത്ത് നോൺ ലീനിയർ തിങ്സ് ആർ സിമുലേറ്റഡ്. ചില സ്ഥലത്ത് ഒപ്റ്റിമൈസേഷൻ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സോൾവ് ചെയ്യണത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ബയോളജി ബയോ ഇൻഫോർമാറ്റിക്സിലോട്ടും, കെമിസ്ട്രി ഇൻഫോർമാറ്റിക്സിലോട്ടും, ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിലോട്ടും, VHDL വെരിലോഗ് വഴി എല്ലാം ഒരു ഡ്രൈ ലാബ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ശാസ്ത്രമാണ് ഇന്ന് നടക്കുന്നത്. അത് ഫൈനൽ ഇപ്പൊ ഈവൻ സിവിൽ എഞ്ചിനീയറിംഗ് പോലും എവറിത്തിങ് ഈസ് ആക്ച്വലി സിമുലേറ്റഡ് ഇൻസൈഡ് എ കമ്പ്യൂട്ടർ ആൻഡ് ഫൈനൽ സ്റ്റേജിലാണ് അത് ഫീൽഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വേൾഡിൽ ഈ പറയുന്ന രീതിയിൽ കുറെ കെമിക്കൽസിന്റെ പേരോ കുറെ ഫാക്ട്സ് അബൌട്ട് ക്യാപ്സ്യൂൾസോ ഇങ്ങനെയൊക്കെ നടന്ന് ഒരു സയൻസിന്റെ തടവറയിലാണ്. ഇനിയിപ്പോ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആഡിങ് ടു ദ പീപ്പിൾസ് വോയ്സ്. നമ്മുടെ ഈ പ്രശസ്ത യുക്തിവാദിയായ രവീന്ദ്രൻ മാഷ് ഇന്നാള് ഞാൻ ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. അദ്ദേഹത്തിനോട് എനിക്ക് കുറെ എന്താ വെച്ചാൽ ഹി ഹാസ് ഹെൽപ് മീ ടു ഗ്രോ ഇന്റലക്ച്വലി എന്നുള്ളതിനൊരു ഡൗട്ട് ഒന്നുമില്ല. അവരുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ആൻഡ് ഐ എം ക്യൂരിയസ് ടു സീ ഹിസ് ഇന്റർവ്യൂസ്. അപ്പോ കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്നത്. പക്ഷെ എങ്കിലും ശാസ്ത്രത്തിന്റെ കാര്യം വരുമ്പോൾ പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രത്തെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ പുള്ളി പറഞ്ഞ വെച്ചാൽ നമ്മൾ ഒരിക്കലും സിദ്ധാന്തത്തിൽ നിന്ന് പ്രതിഭാസത്തിലോട്ട് പോകാൻ പാടില്ല, പ്രതിഭാസത്തിൽ നിന്ന് സിദ്ധാന്തങ്ങളിലോട്ട് പോകണം എന്നാണ് പുള്ളി പറയുന്നത്. അത് ശാസ്ത്രം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന്റെ പണിയാണ്. ശാസ്ത്രം അപ്ലൈ ചെയ്യുന്ന എഞ്ചിനീയേഴ്സോ ഇനി അല്ലാത്ത ഒരു കോമൺ മാനോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാന്തങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലോട്ടാണ് പോകേണ്ടത്. അത് സയന്റിഫിക് ലെൻസ് ഇൻ ഓർഡർ ടു വ്യൂ ദ വേൾഡ്. അപ്പോ അതിനുവേണ്ടി നിങ്ങൾ ചിലപ്പോൾ എക്സ്പേർട്ട് ടെസ്റ്റിമണി ഉപയോഗിക്കുമായിരിക്കും, ചിലപ്പോ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉപയോഗിക്കുമായിരിക്കും. ബട്ട് ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് എ ഫ്രെയിം ടു വ്യൂ ദ വേൾഡ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ കൂട്ടർക്ക് ഫിലോസഫി സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ടാക്കി വെച്ച മരിക്കണൊക്കെ മുമ്പ് പുള്ളി ചെയ്തൊരു പറയുന്നത് ഫിലോസഫി ഈസ് ഡെഡ് ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഡാനിയൽ ഡെന്നറ്റ്, റിച്ചർഡ് ഡോക്കിൻസ്, ഇനി ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചോ അങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് ഒരു പൗരസ്ത്യ ചിന്താ പദ്ധതികളെ കുറിച്ചൊക്കെ ഒരു വീക്ഷണം ഇല്ലാത്തതിന്റെ ഒരു കുറവാണ്. അതായത് ഒരു എക്സ്പീരിയൻഷ്യൽ ഫിലോസഫി എന്ന് പറഞ്ഞ സാധനം, ഫിലോസഫി ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. അതിപ്പോ നമ്മുടെ ഇവിടെ മാരേജ് സേക്രഡ് ആയിട്ട് കണ്ടിരുന്നപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ഫാമിലി കൂടി പോകുമായിരുന്നു. പക്ഷെ മാരേജ് പെട്ടെന്ന് കോൺട്രാക്ട് ആയിട്ട് വെള്ളക്കാരനെ പിടിച്ചപ്പോ ഇത് ചെയ്ത മാതിരി മറ്റേ ശാസ്ത്രത്തിലും ഈ എന്താ പറയാ പല ശാസ്ത്രത്തിന്റെ നിർവചനം ഇനി എന്താ പറയാ ഫിലോസഫി ഈസ് ഡെഡ് അങ്ങനെയൊക്കെ ഒരു ഫ്രെയിമിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഇനിയിപ്പോ ക്ലബ് ഹൗസിൽ ചർച്ചകളിലും കാണാം എനിക്ക് ഫിലോസഫി വശമല്ല. ബട്ട് ഇഫ് യു നോ യുവർ സയൻസ് വെൽ ഒബ്വിയസ്ലി യു വിൽ ബിക്കം എ ഫിലോസഫർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തും ഒരു പ്രതിഭാസത്തിനെ പല രീതിയിൽ നമുക്ക് മോഡൽ ചെയ്യാം. അപ്പൊ മെനി മോഡൽ തിങ്കർ അല്ലെങ്കിൽ മൾട്ടി മോഡൽ തിങ്കേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വെൻ സയൻസ് ഗീവ് കമ്പീറ്റിംഗ് ആൻസേഴ്സ് ഫിലോസഫി ഈസ് ദി ഓൺലി വേ ടു റിസോൾവ് ദാറ്റ് എന്താ പറയുക ഡിലമ. അപ്പോ ശാസ്ത്ര ബോധം എന്നുള്ളതും ശാസ്ത്രജ്ഞാനം എന്നുള്ളതും രണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഈ എന്താ പറയുക ചില ആൾക്കാർ അവരുടെ ശാസ്ത്രജ്ഞാനം they will flaunt like oh, I have got a big penis, okay, this is the way. പക്ഷേ ഈ ഒരു ഫിലോസഫിയിലൂടെ ശാസ്ത്രത്തിൽ ഡെപ്ത് കൂട്ടുകയാണ് ഞാൻ ചെയ്തത്. അപ്പോ തീർച്ചയായും അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഫിലോസഫിയുടെ ഒരു ആവരണമുണ്ട് ഇൻ മൈ സയന്റിഫിക് നോളജ്. പിന്നെ അങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ടിലൂടെ വന്നേക്കണ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അവരങ്ങനെ ഒരു സയന്റിസത്തിലോ ഒരു സയൻസിന്റെ പ്രിസണിലല്ല അവര് ഇരിക്കുന്നത്.
അതിപ്പോ കുറച്ചു കാലം മുമ്പ് വൈശാഖൻ തമ്പിയും വിശ്വനാഥൻ ഡോക്ടറും തമ്മിൽ ഒരു ഡിബേറ്റ് ആണ്. ശാസ്ത്രം മാത്രമാണ് അതിൽ വിശ്വനാഥൻ ഡോക്ടർ നന്നായി അറിയുകയൊക്കെ ചെയ്തു, പുള്ളിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഒരു വൈശാഖൻ തമ്പി വാസ് മോർ സെൻസിബിൾ ആൻഡ് ദെൻ ഹി വാസ് ആർഗ്യൂയിങ് ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ മീ. അതായത് there are other sources of knowledge. അപ്പൊ ഈ എന്താ പറയാ, ശാസ്ത്രബോധം, ശാസ്ത്രജ്ഞാനം, ശാസ്ത്രമാത്രവാദം, ഇതൊക്കെ തമ്മിൽ കാണുമ്പോഴൊക്കെ ദൂരെ നിന്നാണെങ്കിലും അതിന് സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാനിത് കൂടുതൽ കൺസേൺ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ലൈഫിൽ ഞാൻ കുറെ സ്മാർട്ട് ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേ ആർ സ്മാർട്ട് ഇൻ ആൻ അനലോഗ് വേൾഡ്. അപ്പോൾ അനലോഗ് വേൾഡിൽ സ്മാർട്ട് ആവണമെങ്കിൽ നിങ്ങൾക്ക് സയന്റിഫിക് ഫാക്ട്സ് അറിയണം, ഈ മറ്റേ മെറ്റൽസിന്റെ ഒക്കെ അലോയ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഈ സോൾഡർ ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടി വരും. എന്ന സ്ഥാനത്ത് ഈ മറ്റേ ഡിജിറ്റൽ സയൻസ് അല്ലെങ്കിൽ സയൻസ് ഡ്രിവൺ ബൈ കമ്പ്യൂട്ടേഴ്സ്, എവർ സിൻസ് കമ്പ്യൂട്ടേഴ്സ് ബിക്കം എ സോഴ്സ് ഓഫ് നോളജ്, അങ്ങനെ വരുമ്പോ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കുറച്ചും കൂടി ഫിലോസഫിക്കലി മൈൻഡഡ് ആയിരിക്കണം. യു ഷുഡ് ബി ഏബിൾ ടു സീ ദ വൈഡർ പിക്ചർ. യു ഷുഡ് improve your mathematical sophistication, that too in abstract mathematics. Numerical computing മറ്റേതൊക്കെ is given that everybody should have. Okay, അപ്പോ ഈ എന്താ പറയാ, പിന്നെ സിമുലേഷൻ ടൂൾസ്, മാത്ത് ലാബ്, ഇങ്ങനത്തെ ഒരു കുറച്ചും കൂടി ഒരു ബ്രോഡർ ഫിലോസഫിയിൽ പൊതിഞ്ഞ സയന്റിഫിക് വ്യൂവും അതിനൊപ്പം അത്യാവശ്യം മെറ്റാഫിസിക്കൽ നോളജും അല്ലെങ്കിൽ ഒരു ലെൻസ് നമുക്ക് വേണം, ഭാവാത്മകത വേണം. അപ്പോ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് എല്ലാ ഇന്ത്യക്കാരും അദ്വൈത വേദാന്തത്തെ കുറിച്ച് നല്ലൊരു ജ്ഞാനം ഉണ്ടാക്കുക. അതിനൊപ്പം തന്നെ ലോജിക്കൽ പോസിറ്റീവ്സത്തിൽ ഡ്രോൺ ആയിട്ടുള്ള സയൻസ് കൂടി ചേർത്ത് ഒരു ഇന്റഗ്രേറ്റഡ് വേൾഡ് വ്യൂ അല്ലെങ്കിൽ ഒരു ഏകീകൃത ചിന്താപദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശാസ്ത്രത്തിൽ നിന്ന് മോചനം കിട്ടാം. അല്ലെങ്കിൽ ശാസ്ത്രബോധം, അന്ധവിശ്വാസം, ഈ ഭാവാത്മകതയൊക്കെ കൊന്ന് ഒരു മെക്കാനിക്കൽ സോംബി ലൈഫ് നയിക്കാം. നിങ്ങൾക്ക് ഒരു റിച്ച് ഓർഗാനിക് ലൈഫ് നയിക്കണം, അലൈനിങ് ടു ദ സൊസൈറ്റി, ദ പീപ്പിൾ അറൗണ്ട്. അങ്ങനെ അപ്പോ ആൾക്കാർ പറയുമ്പോൾ ഇവിടുത്തെ അന്ധവിശ്വാസവും തീരില്ല. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ഗോ ടു ദ വെസ്റ്റ്, പീപ്പിൾ ആർ ഈവൻ മോർ സൂപ്പർസ്റ്റിഷ്യസ്. പിന്നെ അറബികളുടെ കാര്യം പറയേണ്ട കാര്യം. അപ്പൊ ഈ ജപ്പാനിലെല്ലാം അതായത് മനുഷ്യന് റാൻഡംനെസ് വരുമ്പോൾ, അസ്ഥിരത വരുമ്പോൾ, നമ്മൾ എത്രയൊക്കെ പ്രോബബിലിറ്റിയിൽ ക്വാണ്ടിഫൈ ചെയ്യാം, ബേസിയൻ റീസണിങ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഈ ദൈവത്തിന്റെ ഒരു എഫക്റ്റോ, ഇപ്പൊ ദൈവം അല്ലെങ്കിൽ അദൃശ്യ ശക്തിയുടെ അല്ലെങ്കിൽ ലേഡി ലക്ക്, അത് സ്മൈൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പാടില്ല. അപ്പൊ അവിടെ നിങ്ങൾ ഒരു അബ്സ്ട്രാക്ട് ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം ഇഫ് യു ഫെയിൽ ഇൻ സോഷ്യോ എക്കണോമിക് ലൈഫ്, അത് നിങ്ങളുടെ നഷ്ടം തന്നെ. സോഷ്യോ എക്കണോമിക് അല്ലെങ്കിൽ കൾച്ചറൽ സ്പിയറിലൊക്കെ അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. അപ്പോൾ നിങ്ങൾക്കൊരു സമഗ്ര ജീവിത മാർഗം വേണം. അങ്ങനെയാണെങ്കിൽ ഈ ശാസ്ത്രം എന്നുള്ളത് വൺ ഓഫ് ദി വേസ് ടു ലുക്ക് അറ്റ് ദ വേൾഡ് ആയിരിക്കണം. ദർ ആർ അതർ ടൂൾസ് അവൈലബിൾ. അങ്ങനെ നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഈ ശാസ്ത്രത്തിന്റെ തടവറയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിന്റെ ആ ആനക്ഡോട്ട് ഞാനൊരു പ്രവേശികയായിട്ടാണ് ഇട്ടത്. ഐ എം മോർ കൺസേൺഡ് അബൌട്ട് ഈ ഡിജിറ്റൽ സയൻസ് അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഇപ്പൊ മെഷീൻ ലേണിംഗ് ഒക്കെ ഈ പറയുന്ന മെറ്റലർജിയിലും അവിടെ എവിടെയൊക്കെ ഇത് ചെയ്യുമ്പോൾ ഒരു കോസേഷൻ ബേസ്ഡ് സയൻസിനൊപ്പം തന്നെ ഒരു കോറിലേഷൻ ബേസ്ഡ് സയൻസ് കൂടി എമർജ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോ ഈ എക്സാക്ടിറ്റ്യൂഡ്, ഫൈനിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്മോൾ ഡാറ്റ അപ്രോച്ച് അല്ലെങ്കിൽ അനലോഗ് സയൻസിൽ നിന്ന് ഒരു ഡിജിറ്റൽ സയൻസിന്റെ ഒരു ടൂൾ കിറ്റും കൂടി ആൾക്കാർക്ക് ഉണ്ടാവണം. അതിന് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫസി ലോജിക്, അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് നോളജും കൂടി വേണം. അപ്പൊ അത് തരാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഫിലോസഫി ഓഫ് സയൻസ് എന്ന സബ്ജക്ട് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ ടു ഇറ്റ്. പിന്നെ ദർ ആർ ഫിലോസഫേഴ്സ് ഹു ഹാസ് ഗോട്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻ സയൻസ് ആൻഡ് ദേ ഡു എ ഗുഡ് ജോബ്.
അവരുടെ ഒപ്പീനിയൻ എടുക്കണ്ട, അവരുടെ റാഷണൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഇൻ ദ സെൻസ് ദാറ്റ് ഓക്കെ, കുറച്ചും കൂടി ഒരു ഭാവാത്മകമായി ചിന്തിക്കാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആനക്ടോട്ട് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.